ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ അനന്തമായ സ്നേഹം നമ്മെ ഈ രാത്രിയിൽ പൊതിയട്ടെ. ഈ രാത്രിയിൽ നാം ഉറങ്ങാൻ മുൻപ് നമുക്ക് ആത്മശോധന ചെയ്യാം. കർത്താവിൻ്റെ സ്നേഹം എത്രമാത്രം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളാലും നമ്മുടെ വേദനകളാലും നമുക്കതിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? കർത്താവ് ഏതവസ്ഥയിലും നമ്മെ സ്നേഹിക്കുന്നു. നാം എത്ര പാപിയാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹം നമ്മെ പൊതിയുന്നുണ്ട്, നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഭൂജാതനായത്. അതിനാൽ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും അനന്തമായി സ്നേഹിക്കുന്നു. ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്നേഹരാഹിത്യം നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ശൂന്യത അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശൂന്യത അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഒന്നുമില്ലായ്മ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ബലഹീനതകൾ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രതീക്ഷകൾ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രത്യാശ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉറക്കം ഈ രാത്രിയിൽ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉറക്കമില്ലായ്മയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അസ്വസ്ഥതകളെ സമർപ്പിക്കുന്നു. ശാരീരിക ക്ലേശങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ അസ്വസ്ഥതകളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ അലട്ടുന്ന അന്ധകാര ശക്തികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പിശാചിൻ്റെ കെടുതിയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ആവശ്യമാണ്. ഈ ഒരു ആവശ്യത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് രക്ഷ ആവശ്യമാണ്. ഇതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവനെ നിനക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ നിനക്ക് സമർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളുടെ ജീവനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വസ്തുവകകളെ സമർപ്പിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ സമ്പത്തിനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജോലിയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബിസിനസ്സിനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു. അവരുടെ വിവാഹത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ സമർപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെതിരെയുള്ള യുദ്ധഭീഷണിയെ സമർപ്പിക്കുന്നു. സുരക്ഷിതത്വമില്ലായ്മയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നഷ്ടങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പരാജയങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ, ബലഹീനതകളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ സമർപ്പിച്ചതെല്ലാം നീ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ നിൻ്റെ കൃപയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരുടെയും അവർ സമർപ്പിച്ച അവരുടെ കാര്യങ്ങളെ എല്ലാം നീ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനതെല്ലാം നിനക്കായി കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, നീ അത്യുന്നതനായ ദൈവമാണ്. ഞങ്ങളോട് ഇത്രമാത്രം കരുണയും സ്നേഹവുമുള്ള കർത്താവാണ്. അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ നിന്നെ ഞങ്ങളിൽ നിന്നും അകറ്റി നിർത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെന്നാൽ പാപിയെ തേടിയാണ് അവിടുന്ന് വന്നിരിക്കുന്നത്. നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പാപികൾക്ക് വേണ്ടിയാണ് കർത്താവെ അവിടുന്ന് ഭൂജാതനായത്. അതിനാൽ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം നിനക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഉള്ളതെല്ലാം നിനക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഈ രാത്രിയിൽ ഞങ്ങളുടെ സമർപ്പണം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്കു വേണ്ടിയും നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ചും നമ്മെ അലട്ടുന്ന വേദനയും നിസ്സഹായതയും ഭയവും ദുഃഖവുമെല്ലാം കർത്താവിന് സമർപ്പിച്ച് നല്ല ഒരു ഉറക്കം ലഭിക്കാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 15 മുതൽ
18 വരെയുള്ള വാക്യങ്ങൾ. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് പാപികളെ അന്വേഷിച്ചാണ്, നീതിമാന്മാരെ അന്വേഷിച്ചല്ല ഭൂജാതനായത്. അതിനാൽ തന്നെ പാപികളിൽ ഏറ്റവും പ്രധാനിയായ അടിയൻ്റെ മേൽ കരുണ തോന്നണമേ. പാപികളായ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവേ, നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ശൂന്യമായ ഹൃദയത്തെ ഈ രാത്രിയിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ബലഹീനതയിലേക്ക് നിന്റെ സ്നേഹം നിറയ്ക്കണമേ. ഞങ്ങളുടെ കുറവുകളിലേക്ക് നിന്റെ സ്നേഹം നിറയ്ക്കണമേ. കർത്താവേ, പാപികളായിരുന്നിട്ടും ഞങ്ങളെ തേടി വന്ന നിന്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾക്കും നിന്നെ സ്നേഹിക്കാൻ കൃപ തരണമേ, കരുത്ത് തരണമേ. കർത്താവേ, മറ്റെല്ലാ സ്നേഹവും പിന്നിലാക്കി നിനക്ക് സ്നേഹത്തിന് 1-ാം സ്ഥാനം നൽകാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ ലോകത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും രണ്ടാമത്തേതാണ്. നീ മാത്രമാണ് ഒന്നാമൻ. ഞങ്ങളുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകുന്നത് അങ്ങേക്കാണ്. അതിനാൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സ്നേഹം അങ്ങേക്ക് മാത്രമാണ് ഞങ്ങൾ നൽകുന്നത്. എന്തെന്നാൽ കർത്താവേ, നിനക്ക് നൽകുന്ന സ്നേഹം, ആ സ്നേഹം ഞങ്ങൾക്കൊരിക്കലും കുറവുകൾ തരത്തില്ല. ആ സ്നേഹം ഞങ്ങൾക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. പിന്നീട് ദുഃഖിക്കേണ്ടി വരാത്ത ഏക സ്നേഹം നിന്നോട് ഞങ്ങൾ സ്നേഹിക്കുന്ന ആ സ്നേഹം മാത്രമാണ്. കർത്താവേ, നിന്റെ സ്നേഹം മാത്രമാണ് ശാശ്വതമായ സ്നേഹം. മറ്റെല്ലാ സ്നേഹവും ഞങ്ങളിൽ നിന്ന് വിട്ടകലും. മറ്റെല്ലാ സ്നേഹവും ഞങ്ങൾക്ക് സഹനങ്ങൾ തരുമ്പോൾ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് സത്യവും നീതിയും സ്വാതന്ത്ര്യവും നൽകുന്നു. ഞങ്ങൾക്ക് മോചനം നൽകുന്നു, ഞങ്ങൾക്ക് രക്ഷ നൽകുന്നു, സൗഖ്യം നൽകുന്നു. കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിന്റെ സ്നേഹത്താൽ ഹൃദയം നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയം നിന്റെ സ്നേഹത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മനസ്സ് നിറച്ച് നിന്റെ സ്നേഹം നൽകണമേ. ഞങ്ങളുടെ ശരീരം മുഴുവൻ നിന്റെ സ്നേഹം നിറയ്ക്കണമേ. ഞങ്ങളുടെ ആത്മാവിൽ നിന്റെ സ്നേഹം നിറഞ്ഞ് കവിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ നിന്റെ സ്നേഹം നിറയട്ടെ. കർത്താവേ, ഞങ്ങളെ തേടി വന്ന പാപികളായ ഞങ്ങളെ തേടി വന്ന നിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ആവശ്യമാണ്. ആ കരുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവേ, മറ്റുള്ള എല്ലാ സ്നേഹത്തെയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. എന്തെന്നാൽ നിന്നെ സ്നേഹിക്കാത്തവർക്ക് ഞങ്ങളെ സ്നേഹിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാതെ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ലോകനുണയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാത്ത ഒരുവനും ഒരുവൾക്കും ഞങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. കർത്താവേ, എന്തെന്നാൽ നീ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്, നീ സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണതയാണ്. ഞങ്ങളുടെ ബലഹീനതകളിലും നീ ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ പാപാവസ്ഥയിൽ പോലും നീ ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ കുറവുകളിൽ പോലും നീ ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങൾ നിന്നെ വിട്ട് അകന്നു പോയാലും നീ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ പിറകിന് വരുന്നു. കർത്താവേ, നിന്നെപ്പോലെ ഞങ്ങളെ സ്നേഹിക്കാൻ കരുത്തുള്ളവൻ ഈ ലോകത്തിൽ മറ്റാരുമില്ല, മറ്റൊരുവനുമില്ല, മറ്റൊരുവളുമില്ല. അതിനാൽ നിന്റെ സ്നേഹത്തിൽ ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ
ഉറങ്ങാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിൻ്റെ സ്നേഹം പൂർണ്ണമായി അനുഭവിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ പൂർണ്ണമായി നിൻ്റെ സ്നേഹം അനുഭവിക്കാൻ, നാളെ ഞങ്ങൾ ഉണരുമ്പോൾ പൂർണ്ണമായും നിൻ്റെ സ്നേഹം അനുഭവിക്കാൻ, ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം മുഴുവനും നിൻ്റെ സ്നേഹം അനുഭവിക്കാൻ എൻ്റെ കർത്താവായ യേശുവേ, ഈ ജീവിതം തന്നെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ സ്നേഹം അനുഭവിച്ച് ഓരോ ദിനവും രാത്രിയും നിന്നോടൊപ്പമായിരിക്കാൻ, നിൻ്റെ ഉള്ളിൽ വസിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വസിക്കണമേ, ഞങ്ങളുടെ മനസ്സിൽ നീ വസിക്കണമേ, ഞങ്ങളുടെ ശരീരത്തിൽ നീ വസിക്കണമേ, ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ നീ വസിക്കണമേ, ഞങ്ങളുടെ ആത്മാവിൽ നീ വസിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ വസിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ വസിക്കണമേ. എവിടെയൊക്കെ കുറവുകളുണ്ടോ അവിടെയെല്ലാം നീ വസിക്കണമേ. കർത്താവേ, മനുഷ്യരുടെ സ്നേഹം ഞങ്ങളുടെ കുറവുകളെ കാണുമ്പോൾ, ഞങ്ങളുടെ ഇല്ലായ്മയിൽ, ഞങ്ങളുടെ ബലഹീനതകളിൽ അവർ ഞങ്ങളെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന സ്നേഹമാണ്. എന്നാൽ നിൻ്റെ സ്നേഹം മാത്രമേ ബലഹീനതയിലും നന്മയിലും ഒരേപോലെ ഞങ്ങളെ സ്നേഹിക്കുന്നവൻ നീ മാത്രമാണ്. അതിനാൽ നിന്നെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ നിൻ്റെ സ്നേഹം നിറയ്ക്കണമേ. നിൻ്റെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ശൂന്യതയെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവ് നിറയ്ക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ സ്നേഹം നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക്, ശരീരത്തിലേക്ക്, ഇന്ദ്രിയങ്ങളിലേക്ക്, ആത്മാവിലേക്ക് ദൈവസ്നേഹം ഇപ്പോൾ അവിടുന്ന് നിറച്ചുകൊണ്ടിരിക്കുന്നു. സ്വീകരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ദുഃഖവും വേദനയും വിഷമങ്ങളും ഭയവും മാറിപ്പോകട്ടെ. ഭയത്തിന് ദൈവസ്നേഹത്തിൽ ഇടമില്ല. അതിനാൽ നിങ്ങൾ ഭയപ്പെടുന്ന വിഷയങ്ങളിലേക്ക് ദൈവസ്നേഹം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. നിൻ്റെ അനന്തമായ സ്നേഹം ഇപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ആന്തരിക മുറിവുകൾ സുഖം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ അസ്വസ്ഥതയും വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ ശാന്തമായി, സുഖമായി, സമാധാനത്തോടെ നല്ല ഉറക്കം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളിൽ നിന്ന് ഭയവും വേദനയും നിസ്സഹായതയും ദുഃഖവും യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് എടുത്തു മാറ്റട്ടെ. കർത്താവിൻ്റെ അനന്തമായ സ്നേഹം കൊണ്ട് നിങ്ങൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. സമാധാനത്തോടെയുള്ള നല്ലൊരു ഉറക്കം കർത്താവ് നൽകി നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് സഹായിക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിപൂർണ സംരക്ഷണം കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും മേലെ നൽകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.